ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അംഗൻവാടി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. നമസ്കാരം, അനൂപാണ്. അപ്പം ഇവിടെ വെട്ടിത്തെളിച്ചുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് കുഴപ്പമില്ല, നല്ല കാര്യമാണ്. കാരണം ഞാൻ ഇട്ടൊരു കാര്യത്തിൽ പെട്ടെന്ന് പരിഹാരം ഉണ്ടായി, ഇത്രയെങ്കിലുമൊക്കെ ക്ലീൻ ആക്കി. ഇപ്പോൾ മഴയായ കാരണം അവർ അടുത്ത ദിവസങ്ങളിൽ ക്ലീൻ ആക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ കാര്യത്തിൽ ഈ വാർഡിൻ്റെ മെമ്പറും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള അമ്പിളി സജീവൻ മേഡം പറയുന്നത് ഇത് നിയമവിരുദ്ധമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് മേഡത്തിൻ്റെ വാർഡിൽ മേഡത്തിൻ്റെ അനുമതി കൂടാതെ ഇത് ചെയ്തു എന്നാണ് മേഡം ആരോപിക്കുന്നത്. അപ്പോൾ അതിനകത്ത് മേഡം അതിൻ്റെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുന്നതായിരിക്കും. നമ്മുടെ അനൂപ് ടോക്സിനോടൊപ്പം മേഡം ഇന്ന് ചേരുന്നതാണ്. മേഡത്തിന് പറയാനുള്ള എന്താണെന്നൂടെ നമുക്ക് കേൾക്കാം. ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു, പക്ഷേ ഇത് വേസ്റ്റ് എവിടെ കൊണ്ട് ഇത് ചെയ്യും, അതായത് ഡിസ്പോസ് ചെയ്യും എന്നുള്ളൊരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ രൂപത്തിൽ അവതരിപ്പിച്ചത്. അതിന് അത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടായ കാര്യത്തിൽ എനിക്ക് 100% ഞാൻ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലായതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ്. അപ്പം മേഡം എന്താ പറയുന്നത് നമുക്ക് കേട്ട് നോക്കാം. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ 22-ാം വാർഡ് ശ്രീനിപുരത്തെ ഒരു വാർഡ് മെമ്പറും അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. നമ്മുടെ 24 വാർഡിലും മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കൊരു പരാതി ഉണ്ടായത് അങ്കമാലിയുടെ പരിസരത്ത് കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു വ്യക്തിയുടെയാണ്. അപ്പോൾ അത് തെളിച്ചിട്ടില്ല, അവിടെ പാമ്പും അത് പിന്നെ ഇഴജന്തുക്കളൊക്കെ ഉണ്ട്, അത് തെളിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ ആൾക്കാരോട് പറയുകയും അത് വെട്ടി തെളിക്കുകയും ചെയ്തു. അപ്പോൾ ADSന്റെ യോഗം കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു, ADSന്റെ ഹരിതസേനയുടെ ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ്, ഇവിടെ അതായത് 10 പൈസ വരുമാനം ഇല്ലാതെ പണിയില്ലാതിരിക്കുന്ന കുറേ സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പം അവരോട് ഞാൻ പറഞ്ഞ്, ആരെങ്കിലും വിളിച്ച് സ്ത്രീകൾ ഇറങ്ങി നിങ്ങൾ ഇവിടുത്തെ കാടുകൾ തെളിച്ചു, നമുക്ക് 10,000 രൂപ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട്, അതായത് മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ആ ഫണ്ട് നിങ്ങൾക്ക് തരാം, അതിന്റെ മസ്റ്റോളും കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം, ആരെങ്കിലും വെച്ച് തെളിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ADSന്റെ യോഗം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പരിസരത്ത് കിടക്കുന്ന കാടെല്ലാം വെട്ടിക്കോ, അപ്പോൾ വെട്ടിയിട്ട് നമുക്ക് പൈസ തരാമെന്ന് ഞാൻ പറഞ്ഞിട്ട് പോവുകയും, അപ്പോൾ അവര് കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത് ഹരിതസേനക്കാർക്ക് മഴയായിരുന്നു, അതുകൊണ്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു മഴ കഴിഞ്ഞ് ഞങ്ങൾ ചെയ്യാം എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 12:30 ആയപ്പോൾ നമുക്ക് രാവിലെ മുതൽ എനിക്ക് കുറേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഓരോ വാർഡ് ബേസിൽ, അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട MLA പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾ അനുമോദിക്കുന്ന 4 വാർഡ് കൂടി അവർക്ക് അനുമോദനം കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു പരിപാടിയിലേക്ക് ഞാൻ പോയപ്പോൾ 12:30 ആയപ്പോൾ ഇവര് എന്നെ അൻസാരി മെമ്പർ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എവിടാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പ്രോഗ്രാം പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ വന്നേക്കുവാണ്, MLA വന്നില്ല, ആ പരിപാടി തുടങ്ങുന്നുള്ളെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു പെട്ടെന്ന് ശ്രീനിപുരത്ത് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അപ്പം എന്നോട് ഇവിടുന്ന് വേറൊരാൾ വിളിച്ചിട്ട് പറഞ്ഞ്, പ്രസിഡന്റ് അറിഞ്ഞായിരുന്നോ, മെമ്പർ അറിഞ്ഞായിരുന്നോ, നമ്മുടെ വാർഡിൽ വിജ്ഞാനപാടിയുടെ സമീപം ദിഗീഷും അൻസാരി മെമ്പറും വേറൊരാളും കൂടെ വന്നിവിടെ വെട്ടിത്തെളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല, അപ്പം ഞാനത് പെണ്ണുങ്ങൾക്ക് 10 പൈസ കിട്ടിക്കോട്ടെ എന്ന് കണ്ട് ഞാനത് പണി കൊടുത്തതാണ്, പിന്നെ എന്നോട് പറഞ്ഞിട്ടുമില്ല, എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചപ്പം അവരെന്നോട് അൻസാരി മെമ്പർ എന്നെ വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ പരിപാടിയിലാന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു, ഞങ്ങളിവിടെ അത് വഴിപ്പറമ്പം ബിജു കഴിഞ്ഞ ദിവസം FB പോസ്റ്റ് ഇട്ടു, ഇവിടെ തെളിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നമായി. അത് പ്രശ്നമാകാതിരിക്കാൻ വേണ്ടി പ്രസിഡന്റിനും വാർഡ് മെമ്പറുമായ എനിക്ക് പ്രശ്നമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ കാട് വെട്ടിത്തെളിക്കുമെന്ന് പറഞ്ഞു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പറയുന്ന അൻസാരി മെമ്പറും ദിഗീഷും അവരുടെ വാർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന്, ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് വിവിധ വാർഡിലെ മെമ്പർമാരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അവർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഞാനിതൊന്നും പറയുന്നില്ല. അപ്പോൾ അൻസാരി മെമ്പറുടെ വാർഡിൽ നിസാര പ്രശ്നങ്ങൾ പോലും, ഒരു വാർഡിലെ അവരുടെ പ്രശ്നങ്ങൾ പോലും തീർക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അവർ മറ്റു വാർഡിലേക്ക് കയറി ഇത് ചെയ്യുന്ന എന്താണെന്ന് എനിക്കറിയത്തില്ല. രാഷ്ട്രീയപരമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന, ഞാനിവിടെ മത്സരിക്കാൻ നിന്നപ്പം മുതൽ വിവിധ രാഷ്ട്രീയ കക്ഷികളിലൂടെ മത്സരിച്ചു. അപ്പോൾ അതിലെല്ലാം എനിക്കെതിരെ മോശമായിട്ട് പറഞ്ഞൊരു വാർഡാണിത്. അപ്പോൾ അതിൽ ഞാനിപ്പം UDFന് 14 സീറ്റ് കിട്ടുകയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് 7 സീറ്റ് CPMന് കിട്ടുകയും അതിൽ ഞാനൊരു ഭരണത്തിൽ ഞങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്ത് ഞാൻ നിൽക്കുകയും ചെയ്യുമ്പോൾ, അപ്പോൾ എന്നെ ഇതിൽ കരിവാരി വെച്ചിട്ടുണ്ട്, എനിക്കൊരു കഴിവില്ലാത്ത മെമ്പറാണെന്ന് കരുതിക്കൊണ്ട് അത് ഇവർ കാണിക്കുന്നൊരു പ്രകസനമാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതും പ്രകാരം എന്നെ മോശക്കാരിയാക്കിക്കൊണ്ട് എനിക്ക് കഴിവില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് ശ്രീനിപുരത്തെ മുഴുവൻ കാര്യങ്ങൾ ഏറ്റെടുക്കാനായിട്ടാണോ ഇവരിയ്ക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഈ 4-ാം വാർഡിലെ ദിഗീഷും അൻസാരിയും മിക്ക വാർഡിലും കയറി അവർ മറ്റു മെമ്പർമാരോട് പോലും ചോദിക്കാതെ അവർ ഇങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വാർഡിൽ അല്ലെ മറ്റു വാർഡിൽ മെമ്പർമാരെ തെരഞ്ഞെടുത്തേക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും മാത്രം. പ്രസിഡന്റ് പറയുന്ന ഈ വിഷയത്തിൽ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നും അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് ആക്ടിലെ സെക്ഷൻ 271G പ്രകാരവും അല്ലെങ്കിൽ 271F പ്രകാരവും മേഡത്തിന് നിയമ നടപടി സ്വീകരിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ സർക്കാർ നിയമം പരിശോധിച്ച് കഴിഞ്ഞാൽ 191 വകുപ്പ് പ്രകാരം നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ഈ പഞ്ചായത്ത് മെമ്പർമാർക്കെതിരെ എന്ത് നടക്കുമെന്ന് കാത്തിരുന്ന് കാണാം.
അപ്പോൾ അനൂപ് ടോക്സിന് പറയാനുള്ള ഇത്തരം വിഷയങ്ങൾ ഇനി അനൂപ് ടോക്സ് ചൂണ്ടിക്കാണിക്കും. ഈ ഇത്തരം വിഷയങ്ങൾ ചെയ്യാൻ പറ്റുന്ന പരിഹാരം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും. ഇല്ലാത്ത വിഷയങ്ങൾ ഇങ്ങനെ ചൂണ്ടിക്കാട്ടുക തന്നെ ചെയ്യും.